ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല കട്ടിയായി റെഡിയാക്കാമെന്നാണ്. അപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയുള്ള ക്രീമാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ടിപ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് തിക്കാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഇതിൽ 4 പാക്കറ്റാണ്, അപ്പം ഞാൻ 2 പാക്കറ്റ് എടുക്കുന്നുള്ളൂ. നമുക്ക് 2 പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾ ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലോണം ഫ്രീസറിൽ വെച്ച് നല്ല ചിൽ ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. നമുക്കിതിലേക്ക് നല്ലോണം തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 പാക്കറ്റിന് 3/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേൽ ഒരു പാക്കറ്റിന് 1/2 കപ്പ് പാലാണ് അവർ ഒഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുപോലെ ഒഴിച്ചാൽ ഇത്ര തിക്കായി കിട്ടില്ല. അപ്പോൾ ഈ അളവിനൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഹൈ സ്പീഡിൽ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ഐസ്ക്രീം ആക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ പറഞ്ഞ അതേ അളവിൽ പാലൊഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ക്രീം ഇവിടെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 4 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീം ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. നമുക്ക് ബീറ്റർ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ തിക്ക് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോഴേക്ക് കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.